വൈപ്പിനിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി ജനവിധി നേടുന്നത് മുൻ എസ്എഫ്ഐ നേതാവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് എം.ബി. ഷൈനിയാണ്. യുഡിഎഫ് സർക്കാരിന്റെ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരായ സമരമുഖത്ത് സംസ്ഥാനമാകെ ശ്രദ്ധിച്ച പോരാട്ടമുഖമായിരുന്നു എം.ബി. ഷൈനിയുടേത്. സംഘടനാ രംഗത്തും ഭരണരംഗത്തും പുലർത്തിയ മികവാണ് വൈപ്പിൻ പോലൊരു ഇടതുമണ്ഡലം നിലനിർത്തുന്നതിനുള്ള ദൌത്യം പാർട്ടി ഷൈനിയെ ഏൽപ്പിക്കുന്നതിന് കാരണം. ഒരു കാലത്ത് എസ്എഫ്ഐയുടെ വനിതാ തീപ്പൊരി നേതാവ്, യുഡിഎഫ് സർക്കാരിന്റെ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരായ സമരമുഖത്ത് സംസ്ഥാനമാകെ ശ്രദ്ധിച്ച പോരാട്ടമുഖം എം.ബി. ഷൈനി. അക്കാലത്ത് പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റു. എസ്എഫ്ഐയുടെ എറണാകുളം ജില്ലയിലെ ആദ്യ വനിതാ സെക്രട്ടറിയായിരുന്നു. പഴയകാല വിദ്യാർത്ഥി കാലത്തുണ്ടായിരുന്ന സുഹൃത്തുക്കളെല്ലാം കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പങ്കുചേരുകയാണ്. ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും അത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, സിപിഐഎം വൈപ്പിൻ ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗവും ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായി പ്രവർത്തിച്ച് പാർലമെന്ററി ഭരണരംഗങ്ങളിലും തിളങ്ങി. വൈപ്പിൻ ഇക്കുറിയും ഇടതുപക്ഷത്തെന്ന് ഉറപ്പിക്കുകയാണ് എം.ബി. ഷൈനിയിലൂടെ എൽഡിഎഫ്. കഴിഞ്ഞ 4 ടേമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. തീർച്ചയായും ആ തുടർച്ചയുണ്ടാവുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഓച്ചന്തുരുത്ത് മണലിൽ എം.വി. ബാബുവിന്റെയും ഷീലയുടെയും മകളാണ് ഹൈക്കോടതി അഭിഭാഷക കൂടിയായ ഷൈനി. ഹൈക്കോടതി സീനിയർ ഗവൺമെന്റ് പ്ലീഡർ ഇ.സി. ബിരീഷാണ് ഭർത്താവ്. സംഘടനാ രംഗത്തും ഭരണരംഗത്തും പുലർത്തിയ മികവാണ് വൈപ്പിൻ നിലനിർത്താനുള്ള ദൌത്യം ഷൈനിയെ പാർട്ടി ഏൽപ്പിക്കുന്നതിനുള്ള കാരണം. കൈരളി ന്യൂസ്, കൊച്ചി.